ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈവനിങ് സ്നാക്ക് എന്തുണ്ടാക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ലോഡഡ് ഫ്രൈസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ മുട്ടയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുണ്ടാക്കാമെന്ന് കരുതി ഞാനൊരു 100 ഗ്രാം ചിക്കൻ, 100-150 ഗ്രാം ചിക്കൻ ഏകദേശം അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ എല്ലൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ കുറച്ച് മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടെ ചേർത്ത്, വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം അത് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ എയർ ഫ്രയറിൽ 2 തരത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഹെൽത്തി ആക്കാനാണെങ്കിൽ എയർ ഫ്രയറിലാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ പൊരിച്ചിട്ടാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഈ എയർ ഫ്രയർ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. വീട് താമസത്തിന് ഞങ്ങൾ വീട് പണിത് താമസിച്ചിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടുണ്ട്. അപ്പം അവർ തന്നതാണ് കേട്ടോ. ഞാൻ എയർ ഫ്രയറിൽ വെക്കണതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തെ സ്റ്റൗവിൽ കുറച്ച് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തരത്തിലും കാണിക്കാമല്ലോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഞാനിത് ഒരു 20 മിനിറ്റാണ് കേട്ടോ ടൈമിങ് വെച്ചിട്ടുള്ളത്, ഒരു 185 ഡിഗ്രിയിൽ. അപ്പോൾ എന്താ ഞാനിപ്പുറത്തെ സ്റ്റൗവിൽ അത് പൊരിക്കാനും കൂടെ വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് 1-2 പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എനിക്ക് തിരിച്ച് അവർ കമൻറ്റ് ചെയ്യാറുണ്ട് വീഡിയോസിനെ. പക്ഷേ എനിക്ക് തിരിച്ച് ചെയ്യാനായിട്ട് കമൻറ്റ്സ് ഓഫായി കിടക്കണതാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് ചില ചാനൽസിന് മാത്രമേ എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതായത് അതെന്താണ് സംഭവം എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ സെറ്റിങ്സ് ഞാൻ കുറച്ചൊക്കെ ഒന്ന് നോക്കി, പക്ഷേ എന്താണെന്ന് അറിയുന്നില്ല. ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനപ്പം കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി, ടിപ്സും കാര്യങ്ങളൊക്കെ. അപ്പം കുറച്ചൊക്കെ ഒന്നും ചെയ്ത് നോക്കിയൊന്നും ശരിയാവണില്ല. അപ്പോൾ അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് റീപ്ലൈ തരാനും പറ്റുന്നില്ല. എനിക്ക് ഹാർട്ട് കൊടുക്കാനും അങ്ങനെ പറ്റുന്നുണ്ട്, അല്ലാണ്ട് കമൻറ്റ് റീപ്ലൈ കൊടുക്കാനായിട്ട് ടെക്സ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ ഇവിടെ ഇത് കുക്കിങ്ങിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഒരു പാൻ അത് കഴിഞ്ഞിട്ട് പൊരിച്ച് കഴിഞ്ഞിട്ട് സെയിം പാൻ തന്നെ കഴുകിയിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് സാധാരണ മൈദയാണ് എല്ലാവരും യൂസ് ചെയ്യാറ്. ഞാൻ മക്കൾക്ക് കൊടുക്കുന്നതല്ല, ഒന്നുകൂടെ ഹെൽത്തി ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റാഗിപ്പൊടിയാണ് കേട്ടോ, ഒരു 1.5 ടീസ്പൂൺ ഇട്ടിട്ട് നമ്മുടെ ബട്ടറിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഒരു കപ്പ്, ഞാൻ കാണിച്ച ഒരു കപ്പിൽ ഒരു 3/4 കപ്പ് പാലോളം ഞാൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾക്കൊന്നും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ചീസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ചീസ് നിലവിൽ ഒരു പീസ് സ്ലൈസ് മാത്രമേ ഉണ്ടായുള്ളൂ, അതും പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് മക്കളാണ് ആരോ അത് കടിച്ച് കഴിച്ചതിൻ്റെ ബാക്കിയാണ്. ഫ്രീസറിൽ ഞാൻ നോക്കിയപ്പോൾ അത് പകുതി മാത്രം കാണുന്നുണ്ടായുള്ളൂ. അപ്പോൾ ഞാനത് വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ഞാൻ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല, സംഭവം നല്ലതാണ്, ഫ്രഷാണ്. അപ്പം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ വന്ന് കഴിച്ചതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ചേർത്ത് ഞാൻ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ എയർ ഫ്രയറിൽ വെച്ചതൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം അത് ആയിട്ടുണ്ട്. ഞാൻ അപ്പം അതേ എയർ ഫ്രയറിൽ തന്നെ ഒരു നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ അതിൻ്റെ അകത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഫ്രഞ്ച് ഫ്രൈസ് ഞാനത് റെഡിമെയ്ഡ് വാങ്ങി വെച്ചിട്ടുണ്ടായതാണ് കേട്ടോ. ആൾ ഇപ്പം കുറച്ച് ദിവസം ആയത് മേടിച്ച് വെച്ചിട്ട് ആൾ ഓഫറിൽ കണ്ടപ്പം റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പം വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് ബാക്കി കുറച്ചുണ്ടായി, അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനും ഇതിൻ്റെ അകത്ത് എൻ്റേതായ രീതിയിൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു 5-6 ആളുണ്ട്. അപ്പം അവരെ മക്കളും ഞങ്ങളുടെ ഉപ്പയും കൂടെ 5-6 ആളുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ തികയാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി വേണമല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ടേസ്റ്റിയും ആവും എന്ന് കരുതിയിട്ടാണ് നമ്മളെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു 3 ബ്രെഡ് സ്ലൈസ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ തന്നെ വെച്ചിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയായി. അതേ സെയിം എയർ ഫ്രയറിൽ തന്നെ ഞാൻ നമ്മുടെ ബ്രെഡും കൂടെ വെച്ചിട്ട് ഒന്ന് ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് പുഡിംഗ് ട്രേ ആണ് വേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ കുറച്ച് നമ്മുടെ പൊരിച്ച ചിക്കൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ അതിൻ്റെ മുകളിൽ നമ്മുടെ വൈറ്റ് സോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. ഫ്രഞ്ച് ഫ്രൈസ് അല്ല, നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, ഒട്ടും എരിവൊന്നും പറ്റാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ വൈറ്റ് സോസ് ചേർത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ മുകളിലായിട്ട് ലാസ്റ്റല്ല കുറച്ച് അതായത് ബ്രെഡ് വേണ്ട നമുക്ക്. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈലിലാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ആഡ് ചെയ്യേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബ്രെഡും കൂടെ ചേർത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ
എന്താ പറയുക റെഡ് ക്യാപ്സിക്കാണ് കേട്ടോ, ചെറിയ പീസസ് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാവുമല്ലോ കാണാനായിട്ട്. പിന്നെ നമ്മളുടെ ലെറ്റ്യൂസ് ഞാൻ എൻ്റേതായ രീതിയിൽ ചേർക്കണേന് കേട്ടോ. ലെറ്റ്യൂസ് ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് കഴിക്കണ നേരത്ത് നമുക്കത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് ഹെൽത്തി ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കഴിച്ചപ്പം എനിക്ക് ആയുർവേദ മെഡിസിൻ എടുക്കുന്ന കാരണം കൊണ്ട് ചിക്കൻ, ഫിഷ് അങ്ങനെ സംഭവം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് നമ്മളുടെ വൈറ്റ് സോസും പിന്നെ എന്താ പറയുക ബ്രെഡും ഫ്രഞ്ച് ഫ്രൈസും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് വൈറ്റ് സോസും കൂടെ ചേർത്ത് അതിൻ്റെ കുറച്ച് ലെറ്റ്യൂസും കൂടെ അരിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ക്യൂക്കുംബർ അത് കുറച്ച് എടുത്തിട്ട് നമ്മളുടെ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ഞാനും ഉമ്മയും കഴിക്കുന്നുണ്ട് അപ്പം മെഡിസിൻ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ കഴിച്ച് പിന്നെ മക്കൾക്കും ഇക്കാക്കും വാപ്പക്കും കൊടുത്തപ്പം ഇങ്ങനെ നമ്മളുടെ നോർമലായിട്ട് ചിക്കനൊക്കെ ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ.